വെൽക്കം ബാക്ക് ടു തത്തുമസി യൂട്യൂബ് ചാനൽ. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് നിങ്ങൾ ടൈറ്റിൽ കണ്ടതുപോലെ വരുന്ന 15 ദിവസം നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. ഓക്കെ, അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ ഇവിടെ 3 കാർഡ്സ് വെച്ചിട്ടുണ്ട്. തംബ്നെയിൽ നിങ്ങൾ ഓൾറെഡി കണ്ടതുപോലെ ഗ്രൂപ്പ് നമ്പർ 1 ടേക്കിംഗ് റിസ്ക്, ഗ്രൂപ്പ് നമ്പർ 2 സ്റ്റിൽനെസ്, ഗ്രൂപ്പ് നമ്പർ 3 എംബ്രേസിങ്. ഈ ഒരു പിക്ചർ നോക്കി നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം, അല്ലെങ്കിൽ ഈ ഒരു വേർഡ്സ് നോക്കി നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. ഇൻറ്റ്യൂട്ടീവ്ലി നിങ്ങൾക്ക് ഇതിൽ ഏതിനോടാണ് ഒരു കണക്ഷൻ തോന്നുന്നത് അത് നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇതൊരു ജനറൽ ആയിട്ടുള്ള ഒരു റീഡിംഗ് ആണ്, ജെന്റിലസ് റീഡിംഗ് ആണ്. കൂടാതെ 15 ദിവസത്തിനുള്ളിലാണ്, നിങ്ങളിത് ഏത് സമയത്ത് കാണുന്നു അവിടെ തൊട്ട് 15 ദിവസത്തിനുള്ളിലാണ് നിങ്ങളുടെ ലൈഫിൽ ഈ ഒരു എനർജി റെസനേറ്റഡ് ആവുക. ഓക്കെ, അപ്പം നിങ്ങൾ സെലക്ഷൻസ് നടത്തി എന്ന് വിചാരിക്കുന്നു. നമുക്കിനി ഗ്രൂപ്പ് നമ്പർ 1 ടേക്കിംഗ് റിസ്ക് ചൂസ് ചെയ്ത നിങ്ങളുടെ റീഡിങ്ങിലേക്ക് കിടക്കാം. യെസ്, ഗ്രൂപ്പ് നമ്പർ 1 നിങ്ങൾക്ക് എന്താണ് ഈ വരാൻ പോകുന്ന 15 ഡേയ്സിൽ എക്സ്പീരിയൻസ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. സോ നമുക്ക് കാർഡ്സ് ഒക്കെ ആദ്യം ഷഫിൾ ചെയ്യാം. Unicorn messages, ഓക്കെ, നിങ്ങൾക്കുള്ള ടാരോ കാർഡ്സും കൂടെ നമുക്ക് എടുക്കാം. One, 2, 3. ഓക്കെ, ബോട്ടം എനർജി 10 of Pentacles, സ്റ്റെബിലിറ്റി തന്നെ സൂചിപ്പിക്കുന്നുണ്ട്. നമുക്കിനി കാർഡ്സ് എല്ലാം റിവീൽ ചെയ്യാം. ഫോക്കസ് വന്നിട്ടുണ്ട്, ബ്യൂട്ടിഫിക്കേഷൻ, പീകോക്ക് സ്പിരിറ്റ്, earth mother, and your unicorn messages archangel Gabriel ആണ്. call in the pure white light. ഓക്കെ, ഇതൊരു ഹീലിംഗിന്റെ എനർജി ഉണ്ട്. വിഷ് ഫുൾഫിൽമെന്റ് 9 of cups, at the same time 3 of swords and a tower moment. ഓക്കെ, നമുക്കിത് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഈ ഒരു ഫോക്കസ് കാർഡ് പറയുന്നത് നിങ്ങൾക്ക് അൺനെസസറി ആയിട്ടുള്ള അൺവാണ്ടഡ് ആയിട്ടുള്ള ഡിസ്ട്രാക്ഷൻസ് ഒഴിവാക്കി ഒരേ ഒരു ലക്ഷ്യമായിട്ട് പ്രവർത്തിക്കേണ്ടതായിട്ടുണ്ട്. എങ്കിൽ മാത്രമാണ് റിസൾട്ട് ഉണ്ടാവുക. നിങ്ങളുടെ തോട്ട്സും സംസാരം പ്രവൃത്തി ഇതെല്ലാം ആ ഒരു കാര്യത്തിന് വേണ്ടി അലൈൻ ചെയ്ത് വെക്കുക എന്നുള്ളതാണ്. അവിടെ നിങ്ങളുടെ ഈ ഒരു വിഷ് ഫുൾഫിൽമെൻ്റ് ആണ് സംഭവിക്കാൻ പോകുന്നത്. എന്നാൽ അതിനോടൊപ്പം നിങ്ങളുടെ ലൈഫിൽ ഇപ്പം അൺവാണ്ടഡ് ആയിട്ട് നിൽക്കുന്ന ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ അത് പൂർണ്ണമായിട്ടും ഒഴിഞ്ഞു പോകുന്നു എന്ന് കാണിക്കുന്നുണ്ട്. ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ എന്ന് പറയുമ്പോൾ അതൊരു റിലേഷൻഷിപ്പിൽ മാത്രമായിട്ട് എടുക്കേണ്ടതായിട്ടുള്ള ആവശ്യമില്ല. നിങ്ങളുടെ ലൈഫിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു കൺട്രോളിങ് എനർജി ഉണ്ടെങ്കിൽ, ഒരു എക്സ്റ്റേണൽ ആയിട്ടുള്ള ഒരു ഇൻഫ്ലുവൻസിങ് എനർജി ഇൻ എ റോങ് സെൻസ് ഉണ്ടെങ്കിൽ അത് നിങ്ങളിൽ നിന്ന് പൂർണ്ണമായിട്ട് ഒഴിഞ്ഞു പോവാണ്. അതായത് ഇവിടെ മനസ്സിലാക്കാൻ പറ്റുന്നത് ഒരു ബ്ലാക്ക് മാജിക് എനർജിയിലൊക്കെ പെട്ടിട്ടുള്ള വ്യക്തികളാണെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ നിന്ന് അങ്ങനെ ഒരു എനർജിയൊക്കെ പൂർണ്ണമായിട്ട് മാറിപ്പോകുന്നതായിട്ട് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഒരു ഫൗണ്ടേഷണൽ ഷിഫ്റ്റ് ഇവിടെ സംഭവിക്കുകയാണ്. എവിടെ നിന്നോ ഇല്ലാത്ത ഒരു ധൈര്യം നിങ്ങൾക്ക് വരുന്ന ഒരു സമയമാണ്.
ഈ ഒരു സമയം നിങ്ങൾക്ക് വളരെയധികം സ്കാറ്റേർഡ് ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത് എങ്കിൽ ഫോക്കസ് ചെയ്യേണ്ടതിൻ്റെ ആവശ്യകത അവിടെയാണ് വരുന്നത്. ഒരു കാര്യം ചൂസ് ചെയ്യുക. പല കാര്യത്തിലേക്ക് ഏത് വേണം എന്നറിയാതെ വിഷമിക്കാതെ ചൂസ് വൺ ഫാക്ടർ വിച്ച് ഇസ് റിയലി ഇമ്പോർട്ടൻറ്റ് ഫോർ യു റൈറ്റ് നൗ. നിങ്ങൾക്കിപ്പോൾ പ്രയോറിറ്റി ഏതാണ് എന്നുള്ളത്, ആ പ്രയോറിറ്റൈസ് ചെയ്യുന്ന കാര്യം നിങ്ങളിപ്പോൾ ഫോക്കസ് ചെയ്യേണ്ടത് ആവശ്യമാണ്. സ്പെഷ്യലി എടുത്തു പറയുകയാണെങ്കിൽ ഫോക്കസ് ഓൺ സംതിങ് ദാറ്റ് യു ഡിസയർ റാദർ ദാൻ തിങ്കിങ് അബൌട്ട് ആൻഡ് വേസ്റ്റിംഗ് യുവർ ടൈം. വെറുതെ ചിന്തിച്ച് നിങ്ങൾക്ക് വേണ്ടാത്തതായിട്ടുള്ള ഒരു കാര്യത്തിനെ കുറിച്ച് ചിന്തിച്ച് സമയം കളയാതെ, സമയം പാഴാക്കാതെ, എനർജി കളയാതെ വാട്ട് യു ഡിസയർ അതിനു വേണ്ടി വർക്ക് ചെയ്യുക. ആൻഡ് നെക്സ്റ്റ് കാർഡ് വന്നിരിക്കുന്നത് പ്യൂരിഫിക്കേഷൻ ആണ്. സമ്മർ റെയിൻ. വാവ്. വേനലിൽ ഒരു മഴ എത്ര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പ്രതിഭാസമാണ്, എത്ര ബ്യൂട്ടിഫുൾ കോൺസെപ്റ്റ് ആണ്. അതൊരു റീബർത്തിനെ, ഒരു ഹോപ്പിനെ ഒക്കെ സൂചിപ്പിക്കുന്നതാണ്. ഒരു തകർച്ച നിങ്ങൾക്ക് സംഭവിക്കുന്നുണ്ട് എങ്കിൽ ആ തകർച്ചയിൽ നിന്ന് നിങ്ങൾക്ക് ഉയർത്തെഴുന്നേൽക്കാനുള്ള ഹോപ്പ് അല്ലെങ്കിൽ അതിനുള്ള വഴിയും യൂണിവേഴ്സായിട്ട് നിങ്ങൾക്ക് കൊണ്ടു തരുന്നുണ്ട്. ഇത് നിങ്ങളുടെ ഒരു ഇന്നർ ഹീലിംഗ് ആണ്, ഒരു നർച്ചറിങ് നിങ്ങൾക്ക് നിങ്ങളോട് തന്നെ ചെയ്യേണ്ടതായിട്ടുള്ള ഒരു സമയമാണ്. റിലീസ് ലോങ് ഹോൾഡ് ഇമോഷൻസ്. വളരെ കാലമായി, അതാണ് ഞാൻ എടുത്തു പറഞ്ഞത്, ചില വ്യക്തികൾക്കെങ്കിലും ഇതൊരു ബ്ലാക്ക് മാജിക്കിന്റെ എനർജിയിൽ നിന്നുള്ള ഒരു മോചനമാണ്. കാരണം വർഷങ്ങളായിട്ട്, കാലങ്ങളായിട്ട് നിങ്ങളുടെ ഉള്ളിൽ തങ്ങി കിടന്നിരുന്ന ഒരു സപ്രസ്ഡ് ആയിട്ടുള്ള ഇമോഷൻസ്, എന്തൊക്കെയോ ഒരു പുറത്തു വരാതെ ഉള്ളിൽ ഇരുന്ന പല കാര്യങ്ങളും, അത് നിങ്ങൾക്ക് ഇപ്പോൾ മാറ്റാനുള്ള ഒരു സമയം വന്നിരിക്കുകയാണ്. ഏപ്രിൽ ഷവർസ് ബ്രിങ് മെയ് ഫ്ലവേഴ്സ് എന്ന് പറയുന്നത് പോലെ ഈ ഒരു മഴ നിങ്ങൾക്ക് ഇനി വരുന്ന ഒരു സമയത്ത് ഒരു 15 ദിവസത്തിനുള്ളിൽ അല്ലെങ്കിൽ ഒരു നെക്സ്റ്റ് മന്തിനുള്ളിൽ നിങ്ങൾക്ക് ഇപ്പോൾ നടക്കുന്ന ഈ ഒരു 15 ഡേയ്സിൽ നടക്കുന്നതിൻ്റെ റിസൾട്ട് അല്ലെങ്കിൽ റിവാർഡ് ഡെഫിനറ്റ്ലി ഉണ്ടാവും എന്നുള്ളതാണ്. ബ്ലോസമിങ് എനർജിയാണ്. ഫ്ലവർ എന്ന് പറയുമ്പോൾ എപ്പോഴും റിവാർഡ്സ് ആണ്, റിസൾട്ട്സ് ആണ്. നിങ്ങൾക്ക് ആ റിസൾട്ട്സ് ഡെഫിനറ്റ്ലി കിട്ടും എന്നുള്ളത് തന്നെയാണ്. മാറ്റം ലൈഫിൽ വരുത്താനായിട്ട് ഭയപ്പെടാതിരിക്കുക. ഒരു ക്ലെൻസിങ് ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ആവശ്യമാണ്. ഫ്ലവർ മാത്രമല്ല നമുക്ക് റിസൾട്ട് കാണിക്കുക. വാട്ടർ ഈസ് ഓൾസോ എ സൈൻ ഓഫ് അബൻഡൻസ്. അപ്പം നിങ്ങൾക്ക് ആ ഒരു അബൻഡൻസ് ആൻഡ് പ്രോസ്പെറിറ്റി അത് വരുന്നുണ്ട്. അതിനെ നിങ്ങൾ പഴയ കാര്യങ്ങൾ ഓർത്തുകൊണ്ട് ഹോൾഡ് ചെയ്തിരിക്കാതിരിക്കുക. ആൻഡ് അതിനൊക്കെ നമുക്കൊരു ക്ലാരിഫിക്കേഷൻ ആയിട്ട് കിട്ടിയിരിക്കുന്നത് എർത്ത് മദർ ആണ്. ഫീൽ ലവ്ഡ് ആൻഡ് കംഫർട്ടഡ്. സോ ഇതിന് എർത്ത് മദർ എന്ന് പറയുമ്പോൾ ഗ്രൗണ്ടിങ് ആണ്, ഹീലിങ്ങിന് ശേഷമുള്ള ഒരു ഗ്രൗണ്ടിങ്ങിനെ സൂചിപ്പിക്കുന്നു. അതുപോലെ തന്നെ ക്രിയേറ്റിവിറ്റി, പ്രോസ്പെറിറ്റി, ഫലഭൂയിഷ്ടമായ മണ്ണിൽ നിന്നും വിതച്ചെടുത്ത വിളവുകളെ സൂചിപ്പിക്കുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളിപ്പോൾ ഏതൊക്കെ ബുദ്ധിമുട്ടുകളിൽ കൂടി, ചാലഞ്ചുകളിൽ കൂടി പോയി നിങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നത്തിനെല്ലാം ഉള്ള ഒരു റിവാർഡ് നിങ്ങൾക്ക് വെരി സൂൺ വരുന്നു. വാവ്. നിങ്ങൾക്ക് ഇതിന് പേഷ്യൻസ് ആവശ്യമാണ്. അപ്പം ഈ ഒരു 15 ദിവസത്തിൽ നിങ്ങൾക്ക് ഒരുപാട് ഹാപ്പനിങ് ആണ്. ജീവിതത്തിൽ ചില നഷ്ടങ്ങൾ ഉണ്ടാവുന്നുണ്ട്. പക്ഷെ ആ നഷ്ടങ്ങളിൽ തളർന്നിരിക്കണോ അതോ മുന്നോട്ട് പോകണോ എന്നുള്ളത് നിങ്ങൾ ചിന്തിക്കുക. ആർക്കേഞ്ചൽ ഗബ്രിയേൽ നിങ്ങൾക്ക് പ്രൊട്ടക്ഷൻ ആയിട്ട് കൂടെ തന്നെ ഉണ്ട്. 3 is very important for you. The number 3 is very important for you actually. 3, 6, 9 അതൊക്കെ നിങ്ങൾക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഇവിടെ നമുക്ക് 3 വന്നിട്ടുണ്ട്, ഇവിടെ 39 അഗെയിൻ 3 വന്നിട്ടുണ്ട്, ആൻഡ് ഇവിടെ 15 ദാറ്റ് ഇസ് നമ്പർ 6, ഇവിടെ നമ്പർ 9. സോ ആ ഒരു 3, 6, 9 എന്നുള്ള ഒരു പാറ്റേൺ നിങ്ങൾക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആൻഡ് 3, 6, 9 ഇസ് ആക്ച്വലി മാനിഫെസ്റ്റേഷൻ നമ്പർ. അപ്പം നിങ്ങൾക്ക് മാനിഫെസ്റ്റേഷൻസും വർക്ക് ആവുന്ന ഒരു സമയമാണ്. ലൈഫിൽ മൊത്തത്തിലൊരു ട്രാൻസ്ഫർമേഷൻ വരുന്ന ഒരു സമയമാണ്. ഇറ്റ്സ് ആക്ച്വലി എ ഹാപ്പനിങ് ഇയർ ഫോർ യു. It's actually a happening time for you. And wow, this is very important. Peacock spirit. Let it shine എന്നുള്ളതാണ് പീകോക്ക് പറയുന്നത്. അത് ഒളിച്ചിരിക്കേണ്ടതായിട്ടുള്ള ഒരു സമയമല്ല. നിങ്ങൾക്ക് ഇപ്പോൾ ഷാഡോസ് എല്ലാം ഹീൽ ചെയ്ത് അതൊന്ന് പുറത്തു വരേണ്ടതായിട്ടുള്ള ഒരു എനർജിയാണ്. ഒരു എക്സ്ക്വൈസിറ്റ് എനർജി എന്ന് പറയാം.
നിങ്ങളുടെ പാസ്റ്റുമായിട്ട് നിങ്ങൾ വളരെയധികം താതാത്മ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ അബണ്ടൻസ് റിസീവ് ചെയ്യാനൊക്കെ നിങ്ങൾക്കൊരു ഭയം തോന്നുന്നുണ്ടെങ്കിൽ ആ എനർജി മാറ്റിയെടുക്കേണ്ട ഒരു സമയമാണ്. അതുപോലെ മറ്റുള്ളവർ എന്ത് വിചാരിക്കും എന്നുള്ള ഒരു തോട്ട് അത് മാറ്റിവെക്കുക. ചില വ്യക്തികൾക്ക് ഡാൻസ് ചെയ്യാനൊക്കെ ഭയങ്കര മടിയാണ്. കാരണം നിങ്ങൾ ഡാൻസ് ചെയ്യുന്നത് കറക്റ്റ് അല്ലെങ്കിൽ മറ്റുള്ളവർ എന്ത് വിചാരിക്കും എന്നൊക്കെ വിചാരിച്ചിട്ട് നമ്മളിങ്ങനെ അടങ്ങി ഒതുങ്ങി ഒക്കെ ഇരിക്കുന്ന ഒരു എനർജി ഉണ്ട്. പക്ഷെ ഇതൊരു തരത്തിലുള്ള ഒരു കണ്ടീഷനിങ് ആണ്. നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് ചെയ്യുക എന്നുള്ളതാണ്. തോന്നുന്നില്ലെങ്കിൽ ഓക്കെ, ഇറ്റ്സ് ഫൈൻ. പക്ഷെ നിങ്ങൾക്ക് തോന്നുന്നത് മറ്റുള്ളവർ വിചാരിക്കുന്നത് കൊണ്ട് വേണ്ട എന്ന് വെക്കുന്ന ഒരു എനർജി നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ അത് മാറ്റി വെക്കുക. എക്സ്റ്റേണൽ അപ്പിയറൻസിലൊക്കെ നിങ്ങൾക്ക് കുറച്ചുകൂടെ ബ്യൂട്ടിഫുൾ ആയിട്ടൊരു ബ്യൂട്ടി റേഡിയേറ്റ് ചെയ്യുന്ന ഒരു ഷൈൻ റേഡിയേറ്റ് ചെയ്യുന്ന ഒരു സമയമാണ്. ടേക്കിംഗ് റിസ്ക് ഈഗിൾ എനർജിയാണ്. ഈഗിൾ എനർജി സിഗ്നിഫൈ ചെയ്യുന്നത് സക്സസ് ആൻഡ് ഫോക്കസ്. ഓൾറെഡി ഫോക്കസ് നമുക്കിവിടെ വന്നിരുന്നു ആൻഡ് നമുക്കിവിടെ സക്സസ് ഗ്യാരണ്ടീഡ് ആണ്. ഇവിടെ സ്റ്റെപ്പ് ബിയോണ്ട് ദ നോർമൽ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. റിസ്കുകൾ എടുക്കുക. ആസ് ദ നെയിം സേസ്, ടേക്ക് സം റിസ്ക്, കാൽക്കുലേറ്റഡ് റിസ്ക്. ആൻഡ് ഈ റിസ്ക് എടുക്കുമ്പോൾ നിങ്ങൾക്ക് ഉണ്ടാകുന്ന ഒരു കംഫർട്ട് സോണിൽ നിന്ന് പുറത്ത് കിടക്കുന്ന ഒരു ഭയമുണ്ടല്ലോ, ആ ഒരു ഭയത്തിനെ നിങ്ങൾ ഫേസ് ചെയ്യുക, അതിനെ എംബ്രേസ് ചെയ്യുക. അവിടെയാണ് നിങ്ങൾക്ക് സക്സസ് ഉണ്ടാകുന്നത്. നിങ്ങളുടെ കംഫർട്ട് സോണിൽ നിന്ന് നിങ്ങൾ എന്ന് പുറത്ത് കിടക്കുന്നു, അവിടെ തൊട്ടാണ് നിങ്ങൾക്ക് നിങ്ങളുടെ സക്സസ്സിലേക്കുള്ള ജേർണി സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം ഈ ഒരു 15 ഡേയ്സിനുള്ളിൽ നിങ്ങൾക്ക് അതുപോലെയുള്ള ഓപ്പർച്യൂണിറ്റീസ് നിങ്ങളിലേക്ക് വരും. അവിടെ തോറ്റുപോകുമെന്നോർത്ത് പിൻവലിഞ്ഞ് നിൽക്കാതിരിക്കുക. നിങ്ങളുടേതായിട്ടുള്ള ഇമോഷണൽ ബാഗേജ് കൊണ്ട് നിങ്ങൾ ആ ഓപ്പർച്യൂണിറ്റീസ് മിസ്സാക്കാതെയും ഇരിക്കുക എന്നുള്ളതാണ്. യൂണിവേഴ്സായിട്ട് നിങ്ങൾക്കൊരു മാറ്റമാണ് ഇവിടെ കൊണ്ടുവരാൻ പോകുന്നത്. ഈ മാറ്റത്തിനെ എംബ്രേസ് ചെയ്യുക, അല്ലെങ്കിൽ മാറ്റത്തിനെ ചേർത്ത് പിടിക്കുക, ആ മാറ്റത്തിനോടൊപ്പം നടക്കുക, അതിൽ നിന്ന് തിരിഞ്ഞു ഓടുകയല്ല വേണ്ടത് എന്നുള്ള ഒരു എനർജിയാണ് ഇവിടെ വരുന്നത്. ഓക്കെ, സോ ഇതാണ് ഗ്രൂപ്പ് നമ്പർ 1 നിങ്ങൾക്കുള്ള ഒരു റീഡിംഗ്. നിങ്ങൾക്കിത് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ, കോമെന്റ് ആൻഡ് സബ്സ്ക്രൈബ് ടു അവർ ചാനൽ. കൂടാതെ നിങ്ങൾക്ക് ഒരു പേഴ്സണൽ ഗൈഡൻസ് ആണ് ആവശ്യം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഇനി നിങ്ങൾക്കൊരു സൈക്കോളജിക്കൽ കൺസൾട്ടിങ്, മെഡിറ്റേഷൻ ഗൈഡൻസസ്, ഹീലിംഗ് സെഷൻസ് ഇതൊക്കെയാണ് വേണ്ടത് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു നമ്പറിൽ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. വാട്സപ്പിൽ മാത്രം കോൺടാക്ട് ചെയ്യാം. വിളിച്ചു കഴിഞ്ഞാൽ പൊതുവെ കിട്ടാറില്ല. നമ്മൾ ഏതെങ്കിലും തിരക്കുകളിലും മീറ്റിങ്ങിലും കൺസൾട്ടേഷനിലും ഒക്കെ ആയിരിക്കും. അതുകൊണ്ട് വാട്സപ്പിൽ നിങ്ങൾ മെസ്സേജ് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എപ്പോഴാണെങ്കിലും ഒരു റിപ്ലൈ, ഒരു റെസ്പോൺസ് ഉണ്ടാവുന്നതാണ്. ആൻഡ് നമ്മുടെ ചാനലിൽ നമ്മൾ ടാരറ്റ് റീഡിംഗ് കോഴ്സസ് ഒക്കെ നമ്മൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അപ്പം ഈ ഒരു വർഷത്തിലെ ബാച്ച് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നുണ്ട്. അപ്പം അതിലേക്ക് ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽസ് ഈ ഒരു നമ്പറിൽ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്താൽ ലഭ്യമാവുന്നതാണ്. നമുക്ക് ഇനി ഗ്രൂപ്പ് നമ്പർ 2 സ്റ്റിൽനെസ് സെലക്ട് ചെയ്ത് നിങ്ങളുടെ റീഡിംഗിലേക്ക് കിടക്കാം. ഹായ്, ഗ്രൂപ്പ് നമ്പർ 2 നിങ്ങൾക്കുള്ള റീഡിംഗ് ആണ്. നിങ്ങൾക്ക് അടുത്തൊരു 15 ദിവസം എങ്ങനെയുണ്ടായിരിക്കും എന്നുള്ളത് നമുക്ക് നോക്കാം. നമുക്ക് കാർഡ്സ് എല്ലാം ആദ്യം ഷഫിൾ ചെയ്യാം. ഓക്കെ, ഡിവൈൻ ഗൈഡൻസ്, guidance from your spirit animal, ancestors guidance എന്താണ് നമുക്ക് നോക്കാം. time travelers guidance, unicorn messages നോക്കാം. and also tarot cards. Okay, 1, 2, 3.
ബോട്ടം എനർജി, മാജിഷ്യൻ. ഓക്കെ, മാനിഫെസ്റ്റേഷൻസ് ആർ കമ്മിങ് ട്രൂ. അതിനുള്ള പൊട്ടൻഷ്യൽ കാണിക്കുന്നുണ്ട്. ലെറ്റ്സ് സി എന്താണ് മാനിഫെസ്റ്റഡ് ആവുന്നത്. റിവീൽ ചെയ്യാം. മിറർ ഗാർഡിയൻ. ഓക്കെ, മോത്ത് സ്പിരിറ്റ്, flexibility, blessings. Count your blessings and the good in your life will multiply. ഗ്രാറ്റിറ്റ്യൂഡ് ആണ് സൂചിപ്പിക്കുന്നത്. ഓക്കെ, നമുക്ക് ടാരോ കാർഡ്സ് നോക്കാം. 6 of Pentacles, the Hierophant, Ace of Swords. ഈ സന്ധ്യാ സമയത്തെ ഇവിടെ സൂചിപ്പിക്കുന്നു. ഒരു ദിവസത്തിൻ്റെ എല്ലാ സൗന്ദര്യവും താൽക്കാലികമായിട്ട് അവിടെ നിർത്തിവെച്ചിട്ട് നമ്മൾ രാത്രിയുടെ ഒരു ഇരുട്ടിലേക്ക് പോകുന്ന ആ ഒരു ജോയിനിങ് പോയിന്റ് ആണ് സന്ധ്യ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ആ ഒരു ദിവസം നഷ്ടപ്പെട്ടു എന്നോർത്ത് വിഷമിച്ചിരിക്കുന്നത് എത്രത്തോളം വിഡ്ഢിതരമാണ്. നിങ്ങൾക്കറിയാം അടുത്ത ദിവസം നേരം വെളുക്കുമല്ലോ. അതുകൊണ്ട് നിങ്ങൾ ആരെങ്കിലും ഒരു ദിവസം തീർന്നു എന്നോർത്ത് വിഷമിക്കാറുണ്ടോ? നമുക്കതിൽ എത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എന്തെങ്കിലും, നമുക്ക് അതുപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു സാഹചര്യമൊക്കെ വരുന്ന സമയത്ത് ഈ ഒരു സാഹചര്യം അവസാനിച്ചു പോവണ്ടായിരുന്നു എന്ന് നിങ്ങൾ ചിന്തിക്കുമായിരിക്കാം. പക്ഷെ ആ ദിവസം അവസാനിച്ചു എന്നുള്ളത് ഓർത്ത് ആരും വിഷമിക്കില്ല അല്ലേ? എന്ന് പറയുന്നത് പോലെ തന്നെയാണ് നിങ്ങളുടെ പാസ്റ്റും. ഒരു ദിവസം എന്ന് പറയുന്നത് വെറും ഒരു 12 മണിക്കൂറിൻ്റെ ഒരു ദൈർഘ്യമുള്ള സമയമായതുകൊണ്ട് മാത്രമാണ് നിങ്ങൾക്കതിനെ അളക്കാൻ സാധിക്കുന്നത്. നിങ്ങളുടെ പാസ്റ്റ് എന്ന് പറയുന്നത് 12 മണിക്കൂറിൽ നിന്നും കുറച്ച് കൂടുതൽ ദൈർഘ്യമുള്ളതായതുകൊണ്ടും നിങ്ങളുടെ ഫ്യൂച്ചറിലേക്കുള്ള ദൂരം ഇനി അടുത്തത് ഒരു 12 മണിക്കൂർ അല്ല. അടുത്തൊരു ദിവസം തുടങ്ങാൻ ഒരു 12 മണിക്കൂറിൻ്റെ ഒരു ഗ്യാപ്പ് അല്ല ഉള്ളത്. നിങ്ങളുടെ പാസ്റ്റിൽ നിന്ന് ഫ്യൂച്ചറിലേക്ക് അത് ഇങ്ങനെ കാണാൻ പറ്റാത്ത അത്ര രീതിയിൽ, മെഷർ ചെയ്യാൻ പറ്റാത്ത അത്രയും അളവിലായതുകൊണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്കത് മെഷർ ചെയ്യാൻ പറ്റുന്ന ഒരു മെഷറിംഗ് പോയിന്റ് ഇല്ലാത്തത് കൊണ്ട് മാത്രം ഉണ്ടാകുന്ന ഒരു നിരാശ അല്ലെങ്കിൽ ഒരു വിഷമമാണ്. കാര്യം അത് ഹ്യൂമൻ നേച്ചറാണ് പാസ്റ്റിലേക്ക് ഇങ്ങനെ ഹോൾഡ് ചെയ്ത് വെക്കുക. മെമ്മറീസ് ആണെങ്കിലും എക്സ്പീരിയൻസ് ആണെങ്കിലും റിലേഷൻഷിപ്പ് ആണെങ്കിലും ഒക്കെ അതിലേക്ക് ഇങ്ങനെ ഹോൾഡ് ചെയ്ത് വെക്കുക എന്നുള്ളത്. അങ്ങനെ നിങ്ങൾ നിൽക്കുന്ന സമയത്ത് ഫ്യൂച്ചർ കാണാൻ പറ്റില്ല, പ്രസന്റ് കാണാൻ പറ്റില്ല. പാസ്റ്റ് എന്ന് പറയുന്നത് ഇസ് നോട്ട് ഈക്വൽ ടു യുവർ ഫ്യൂച്ചർ. പാസ്റ്റ് കഴിഞ്ഞു പോയ കാര്യമാണ്. അതിനെക്കുറിച്ച് ഓർത്തുകൊണ്ടിരുന്നാൽ നിങ്ങളുടെ ഈ പ്രസന്റ് മൊമെന്റ് നിങ്ങൾ എങ്ങനെ എക്സ്പീരിയൻസ് ചെയ്യുക? അതുകൊണ്ട് ലെറ്റ് ഗോ ഓഫ് ദ പാസ്റ്റ് എന്നുള്ള ഒരു മെസ്സേജ് ആണ് നിങ്ങൾക്ക് വരുന്നത്. ഈ ഒരു 15 ഡേയ്സിനുള്ളിൽ നിങ്ങൾ ഇത് പഠിക്കുന്ന സാഹചര്യം ജീവിതത്തിൽ ഡെഫിനറ്റ്ലി ഉണ്ടാവും. ഈ ഒരു കാർഡ് നിങ്ങൾക്ക്, അല്ലെങ്കിൽ ഈ ഒരു ലെസൺ നിങ്ങൾക്ക് അവിടെ ഉപകാരപ്പെടും എന്നുള്ളതാണ്. ഓൾസോ ഈ പ്രസന്റിൽ ഇരിക്കാൻ വേണ്ടി ഒരു ടിപ്പ് നമുക്ക് ഈ ഒരു ഫൊർഗിവ്നെസ് കാർഡ് തരുന്നത്, ഈ ഒരു സമയം നിങ്ങളുടെ 5 സെൻസസിനെയും കൂടുതലായിട്ട് ഇമ്പോർട്ടൻസ് കൊടുത്ത് പരിഗണിക്കുക. അത് നിങ്ങളെ പ്രസന്റ് മൊമെന്റിൽ ഇരുത്താനായിട്ട് സഹായിക്കും. ചുറ്റുമുള്ള സ്മെല്ല് ഒബ്സർവ് ചെയ്യുക, കാഴ്ചകൾ ഒബ്സർവ് ചെയ്യുക. സ്ഥിരം കാണുന്നതായിക്കോട്ടെ, ഓരോ മിനിറ്റിൽ മാറ്റങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും നിങ്ങളുടെ ചുറ്റുപാടുകളിൽ. ഒബ്സർവ് ചെയ്യുക, രുചികൾ ആസ്വദിക്കുക. അത് നിങ്ങളെ പ്രസന്റിൽ ഇരുത്താനായിട്ട് സഹായിക്കും എന്നുള്ളതാണ്. ആൻഡ് നിങ്ങളുടെ മാസ്റ്റർ കാർഡ്, ഇത് ഒരു സ്റ്റിൽനെസ് എന്ന് പറയുമ്പം ഈ ഒരു ലാൻഡ്സ്കേപ്പ് നമ്മുടെ സദേൺ ആൻഡ് നോർത്തേൺ ഹെമിസ്ഫിയറിലൊക്കെ കാണുന്ന, ഈവൻ സമ്മേഴ്സിൽ പോലും അവിടെ ഐസ് ആയിരിക്കും, കോൾഡ് ആയിരിക്കും. അതായത് സാഹചര്യങ്ങൾ എക്സ്റ്റേണലി എത്ര മാറിയാലും നിങ്ങളുടെ മനസ്സ് മാറുന്നില്ല, നിങ്ങൾ അവിടെ തന്നെ ഇങ്ങനെ സ്റ്റക്കായിട്ട് ഇരിക്കുകയാണെന്നുള്ള ഒരു എനർജി തന്നെയാണ് തരുന്നത്. മൂവ് ഓൺ എന്നുള്ളതാണ് ശരിക്കും ഇവിടെ ഈ ഒരു കാർഡ് പറയുന്നത്. അതിന് എടുത്തു ചാടി എന്തെങ്കിലും ചെയ്യുക എന്നുള്ളതിനുപരിയായിട്ട് ഒന്ന് ആലോചിക്കുക. നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യത്തിലേക്ക്, ഇപ്പോൾ ഒരു പ്രോജക്റ്റിലേക്കോ അല്ലെങ്കിൽ ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പിലേക്കോ പെട്ടെന്ന് ചാടി കയറിയിട്ടുണ്ടെങ്കിൽ അതൊന്ന്
റിയലൈസ് ചെയ്തതിന് ശേഷം മാത്രം മനസ്സിലേക്ക് ഡീപ്പറായിട്ട് എടുക്കുക എന്നുള്ളതാണ്. മൂവ് ഓൺ ചെയ്യണം എന്ന് പറയുമ്പോഴും പെട്ടെന്ന് കാണുന്ന പല കാര്യങ്ങളെയും മനസ്സിന്റെ ഉള്ളിൽ നിങ്ങളുടെ ഡെപ്തിലേക്ക് സ്വീകരിക്കാതിരിക്കുക. അതിനെ കൃത്യമായി മനസ്സിലാക്കിയതിന് ശേഷം മാത്രം അതിന് സ്ലോ ഡൗൺ ചെയ്യുക. അപ്പൊ മൂവ് ഓൺ ചെയ്യുക എന്ന് പറഞ്ഞ ഉടനെ ഒരു സാഹചര്യത്തിൽ നിന്ന് അതേപോലെ വേറൊരു സാഹചര്യത്തിലേക്ക് എടുത്തു ചാടുക എന്നല്ല. ജസ്റ്റ് പോസ് ദെയർ, പാസ്റ്റ് എന്ന് പുറത്തു വന്നിട്ട് ഉള്ള ഒരു ബ്രീത്ത് എടുത്തൊരു റിലാക്സ് ചെയ്ത് ഒന്ന് പോസ് ചെയ്ത് സ്ലോ ഡൗൺ ചെയ്ത് ഒന്ന് ഇരിക്കുക. നിങ്ങളുടെ ഒരു ആൻസിസ്റ്റർ ഗൈഡൻസുമായിട്ടും ഒരു സ്പിരിറ്റ് ആനിമലും ഒക്കെ ആയിട്ടൊക്കെ ഉള്ള ഒരു യൂണിവേഴ്സൽ എനർജിയുമായിട്ടൊന്ന് കണക്ട് ആവാനായിട്ട് ശ്രമിക്കുക. അതായത് ചുറ്റുപാടുകളൊക്കെ ആയിട്ട് ഒന്ന് എനർജികളൊക്കെ ആയിട്ട് ഒന്ന് കണക്ട് ചെയ്യുക. കാര്യം നമുക്ക് ആൻസിസ്റ്റേഴ്സ് മെസ്സേജ് വന്നിരിക്കുന്നതും മിറർ ഗാർഡിയൻ ആണ്. ഇറ്റ്സ് എ ടൈം ഓഫ് റിഫ്ലക്ഷൻ അല്ലെങ്കിൽ ഒരു റെസിപ്രൊക്കേഷൻ, അല്ലെങ്കിൽ അത് നമുക്കൊരു ജഡ്ജ്മെന്റ് കാർഡിന്റെ എനർജി എന്നും പറയാം. വിശകലനം ചെയ്യുക എന്ന് തന്നെ പറയാം. ഒരു ആത്മപരിശോധന, ഒരു സെൽഫ് ഇൻട്രോസ്പെക്ഷൻ ഇതുവരെ നടത്താത്ത രീതിയിൽ അവിടെ നിങ്ങളുടെ തെറ്റുകൾക്ക് നിങ്ങളോട് ഫുഗീവ് ചെയ്യുക. ഒരു പുതിയൊരു സൈക്കിൾ സ്റ്റാർട്ട് ചെയ്യേണ്ട ഒരു സമയമല്ല, പക്ഷെ ഈ ഒരു സെൽഫ് ഇൻട്രോസ്പെക്ഷൻ ആൻഡ് അത് തന്നെയാണ് ഒരു ആത്മപരിശോധന ഇവിടെ ശരിക്കും ആവശ്യമാണ്. നിങ്ങൾക്ക് ഒരു വ്യക്തമായ ഒരു ന്യൂ ബിഗിനിങ് ജീവിതത്തിൽ വരാൻ പോകുന്നുണ്ട്. ഏസ് ഓഫ് സ്വാർഡ്സ് സൂചിപ്പിക്കുന്നതും നിങ്ങളുടെ ചിന്താരീതിയിൽ വലിയൊരു മാറ്റം, ഭയങ്കരമായ ഒരു മാറ്റം അവിടെ വരാൻ പോകുന്നുണ്ട്. അപ്പൊ ആ ഒരു മാറ്റത്തിന്റെ മുന്നോടിയായിട്ട് നിങ്ങൾ കാര്യങ്ങളെ കാണുക, മനസ്സിലാക്കുക, നിങ്ങളുടെ സ്ട്രെങ്ത് എന്താണെന്നുള്ളത് റിഫ്ലക്റ്റ് ചെയ്യുക. ചാലഞ്ചസ് നിങ്ങൾക്ക് എന്തൊക്കെ ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്, അതിനെ നിങ്ങൾ എങ്ങനെയാണ് തരണം ചെയ്തിട്ടുള്ളത്, നിങ്ങളുടെ ടാലൻസ് എന്താണ്, നിങ്ങളുടെ ഗിഫ്റ്റ് എന്താണ്, ഇതൊക്കെ ആയിട്ട് നിങ്ങൾ ഇരുന്ന് ചിന്തിക്കുന്ന സമയത്ത് നിങ്ങളുടെ സോൾ പർപ്പസുകളും നിങ്ങളുടെ ഡ്രീംസ് ഒക്കെ തന്നെ നിങ്ങൾക്ക് മുന്നിൽ ഉരുത്തിരിഞ്ഞു വരും. അതിന് നിങ്ങൾക്ക് വേണ്ട ഒരു ഗൈഡൻസ് എടുക്കണം എന്നുണ്ടെങ്കിൽ ഒരു എക്സ്റ്റേണലി ഒരു ഗൈഡൻസ് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. നിങ്ങളുടെ മനസ്സിനെ നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാക്കാൻ വേണ്ടതായിട്ടുള്ള ഒരു ഗൈഡൻസ്, അതൊരു സൈക്കോളജിക്കൽ ഗൈഡൻസ് ആണെങ്കിലും ഒരു സ്പിരിച്വൽ ഗൈഡൻസ് ആണെങ്കിലും നിങ്ങൾക്ക് അത് എടുക്കാവുന്നതാണ്. വളരെയധികം സ്പിരിച്വലി നിങ്ങൾ കണക്ട് ചെയ്യുന്നു എന്ന് തന്നെയാണ് ഇത് കാണിക്കുന്നത്. ജീവിതത്തിന്റെ ഒരു നെക്സ്റ്റ് ഒരു സ്പേസിലേക്ക് നിങ്ങൾ പോവാണ്. ഇവിടെ ബോത്ത് സ്പിരിറ്റും ഒരു ട്രാൻസ്ഫർമേഷൻ ആണ്. അപ്പൊ ആ ട്രാൻസ്ഫർമേഷൻ ഇൻ ബിറ്റ്വീൻ ഉള്ള ഒരു സറണ്ടറിങ് ഉണ്ടല്ലോ. ഓക്കെ, ഞാൻ പഴയതുമല്ല, ഞാൻ പുതിയതുമല്ല, എന്നാൽ ഇതിനിടയിലുള്ള ഒരു സമയമാണ് ഞാൻ എന്നുള്ള ആ ഒരു സമയത്താണ് നിങ്ങളിപ്പോൾ ഇരിക്കുന്നത്. അപ്പൊ അവിടെ പുതിയ ഒരു നിങ്ങൾക്ക് വേണ്ടിയുള്ള പ്രിപ്പറേഷൻസ് ചെയ്യാം. പഴയ ഒരു നിങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് വീണ്ടും വീണ്ടും പുറത്ത് വന്നു എന്ന് ഉറപ്പിക്കാനുള്ള കാര്യങ്ങളും ചെയ്യാം. ആൻഡ് നെക്സ്റ്റ് വരുന്നത് നമുക്ക് ഫ്ലെക്സിബിലിറ്റി ആണ്. ഓക്കെ, ഇത് ഈ ബാംബൂസ് എപ്പോഴും നമ്മൾ ലക്കി ട്രീ ആയിട്ട് പറയും. അതിനോടൊപ്പം പറയേണ്ട ഒരു കാര്യമാണ് ഇതിൻ്റെ ഒരു ഫ്ലെക്സിബിലിറ്റി. കാരണം സൺലൈറ്റ് എവിടുന്നാണോ വരുന്നത് ആ ലൈറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് വലിയ വലിയ ബലമുള്ള, അതായത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള മരങ്ങൾക്കിടയിൽ കൂടെ വളഞ്ഞും നിവർന്നും ഒക്കെ ഇത് വേണ്ട ലൈറ്റ് അത് നേടിയെടുക്കും. അതായത് സാഹചര്യങ്ങൾ എന്താണോ അതിനനുസൃതമായിട്ട് വളയാനും നിവരാനും ഒക്കെ അറിയാം. ഇത് നിങ്ങൾ ഈ ഒരു സമയം നിങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുവരേണ്ടതായിട്ടുള്ള ഒരു റിമാർക്കബിൾ ചേഞ്ച് ആണ്. ഇന്ന് ഡിസൈഡ് ചെയ്യുക, ഓക്കെ, എൻ്റെ ഡ്രീംസിന് വേണ്ടിയിട്ടുള്ള ഒരു ഫ്ലെക്സിബിലിറ്റി എൻ്റെ തോട്ടിൽ ആദ്യം കൊണ്ടുവരും, പിന്നെ എൻ്റെ സംസാരത്തിൽ കൊണ്ടുവരും, പിന്നെ എൻ്റെ പ്രവൃത്തിയിൽ കൊണ്ടുവരും എന്നുള്ളത്. ഈ ടൈഗർ എപ്പോഴും സൂചിപ്പിക്കുന്നത് നമ്മൾ ഗ്രൂപ്പ് നമ്പർ 1 ഈഗിൾ എന്ന് പറഞ്ഞതുപോലെ തന്നെയാണ്. ഇറ്റ്സ് എ പവർഫുൾ എനർജി ആൻഡ് ഇറ്റ്സ് എൻ എനർജി ഓഫ് സ്പീഡ് ഓൾസോ. നമുക്ക് ബോട്ടം എനർജി ടാരോയില് മാനിഫെസ്റ്റേഷൻ മജീഷ്യൻ ആണ് വന്നത്. ഇവിടെ ഇത്രയും കാലം സ്റ്റക്കായിട്ടിരുന്ന നിങ്ങളുടെ ആഗ്രഹങ്ങള്,
തടസ്സമായിരുന്നു നിങ്ങൾക്ക് കാര്യങ്ങൾക്കെല്ലാം എങ്കിൽ ഇനി ആ തടസ്സം മാറി ഇത് ഡബിൾ സ്പീഡിൽ കാര്യങ്ങൾ ശരിയാകുന്ന ഒരു സമയമാണ്. ഫോക്കസ് ആൻഡ് ഷാർപ്നെസ് അത് നിങ്ങൾക്ക് ആവശ്യമാണ്, ഫ്ലെക്സിബിലിറ്റിയും ആവശ്യമാണ്. അപ്പം ഈ പുലി പതുങ്ങുന്നത് മുന്നോട്ട് കുതിച്ചു ചാടാനാണ് എന്നുള്ള ഒരു ഫേസിലാണ് നിങ്ങൾ. ആ പുലിയുടെ പതുങ്ങൽ എന്നുള്ള ഒരു ഫേസിൽ തന്നെയാണ് നിങ്ങൾ. അതിൻ്റെ ഒരു എക്സ്പ്ലനേഷനാണ് ശരിക്കും ഈ കാർഡ്സ് എല്ലാം നിങ്ങളോട് പറഞ്ഞു തന്നിട്ടുള്ളത്. ഈവൻ സറണ്ടർ നൗ എന്നുള്ള മെസ്സേജ് പോലും അത് തന്നെയാണ്. മുന്നോട്ടേക്ക് നിങ്ങൾക്ക് വളരെയധികം ബാലൻസിങ് കൊണ്ടുവരാൻ പറ്റും ജീവിതത്തിൽ. അപ്പം ഈ ഒരു 15 days നിങ്ങൾക്ക് അതിനുള്ള ഒരു പ്രിപ്പറേഷൻ ആണ്. ഒരു ഗുഡ് ഫോർച്യൂൺ വരുന്നുണ്ട്, ബ്ലെസ്സിങ്സ് വരുന്നുണ്ട്, ഗ്രാറ്റിറ്റ്യൂഡ് അത് ആവശ്യമാണ്. ഈ മിറർ ഗാർഡിയൻ അതിന് നിങ്ങളെ സഹായിക്കും. നിങ്ങളുടെ സ്ട്രെങ്ത് മനസ്സിലാക്കി അതിന് ഗ്രാറ്റിറ്റ്യൂഡ്, നിങ്ങൾക്ക് എന്തൊക്കെ ഉണ്ട് അത് മനസ്സിലാക്കി ഗ്രാറ്റിറ്റ്യൂഡ്. ഓക്കെ, അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് ഈ ഒരു നെക്സ്റ്റ് 15 days എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഈ ഒരു റീഡിംഗ് നിങ്ങൾക്ക് റെസണേറ്റ് ആയിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഈ ഒരു വീഡിയോയും നമ്മുടെ ചാനലിൻ്റെ മറ്റു വീഡിയോസും നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ, കമൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ് ടു അവർ ചാനൽ. കൂടാതെ നിങ്ങൾക്ക് പേഴ്സണൽ ഗൈഡൻസ് ആവശ്യമാണെന്നുണ്ടെങ്കിൽ ഈ ഒരു നമ്പറിൽ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഹീലിങ്സിന് വേണ്ടിയിട്ട്, സൈക്കോളജിക്കൽ സെഷൻസിന് വേണ്ടിയിട്ട്, സ്പിരിച്വൽ ഹീലിങ്സിന് വേണ്ടിയിട്ട്, റിലേഷൻഷിപ്പ് ഗൈഡൻസിന് വേണ്ടിയിട്ട്, ഇമോഷണൽ ട്രോമ ഹീലിങ്സിന് വേണ്ടിയിട്ട് ഒക്കെ, ഇന്നർ ചൈൽഡ് ഹീലിങ്സിനും ഒക്കെ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഈ ഒരു നമ്പറിൽ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. വാട്സപ്പ് ത്രൂ തന്നെ കോൺടാക്ട് ചെയ്യുക. വിളിച്ചു കഴിഞ്ഞാൽ കിട്ടാനുള്ള സാധ്യത വളരെ കുറവാണ്. എന്നാൽ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ എപ്പോഴാണെങ്കിലും നിങ്ങൾക്കൊരു റെസ്പോൺസ് തീർച്ചയായിട്ടും ലഭിക്കുന്നതാണ്. അതുപോലെ നിങ്ങൾക്കൊരു ടാരറ്റ് റീഡർ ആവണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ ടാരറ്റ് റീഡിംഗ് കോഴ്സസ് ഈ ഒരു വർഷത്തെ 2nd batch സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അതിലേക്ക് ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിലും ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. ഫുൾ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ലഭ്യമാവുന്നതാണ്. ഓക്കെ, യെസ്, നമുക്കിനി ഗ്രൂപ്പ് നമ്പർ 3 എംബ്രേസിംഗ് സെലക്ട് ചെയ്ത് നിങ്ങളുടെ റീഡിങ്ങിലേക്ക് കിടക്കാം. യെസ്, ഗ്രൂപ്പ് നമ്പർ 3 നിങ്ങളുടെ റീഡിംഗ് ആണ്. നമുക്ക് നോക്കാം നിങ്ങൾക്ക് ദി നെക്സ്റ്റ് 15 days എങ്ങനെയാണ് എന്നുള്ളത് നമുക്ക് നോക്കാം. നമുക്ക് ആദ്യം സ്പ്രെഡ്സ് എടുക്കാം. ഏഞ്ചൽ ഗൈഡൻസ്, ടൈം ട്രാവലേഴ്സ് ഗൈഡൻസ്, your animal spirit guidance, and your ancestors guidance, നമുക്ക് ടാറോ കാർഡ്സ് കൊണ്ട് നോക്കാം. One, 2, 3. Okay, bottom energy, 6 of swords. Okay, smooth going ആണ്. നോക്കാം, നമുക്ക് കാർഡ്സ് എല്ലാം നോക്കാം. സോളിറ്റ്യൂഡ് വന്നിട്ടുണ്ട്, ലൈറ്റ്, ഓക്കെ, magic, wow, there's magic around you, so expect excitement and joy. Whale spirit, okay, trader വന്നിട്ടുണ്ട്, transaction energy, strength card, tower,
ആൻഡ് ഏസ് ഓഫ് പെന്റക്കിൾസ്. ഓക്കെ, ദ ഫസ്റ്റ് കാർഡ് നമുക്ക് സോളിറ്റ്യൂഡ് ആണ് വന്നിരിക്കുന്നത്. ഐലൻഡ് ആണ് കാണിച്ചിരിക്കുന്നത്. ഐലൻഡ് എന്ന് പറയുമ്പോൾ മറ്റുള്ളതിൽ നിന്നും കുറച്ചൊന്ന് സെപ്പറേറ്റഡ് ആയിട്ട് നിൽക്കുന്ന ഐസൊലേറ്റഡ് എന്ന് പറയുന്നൊരു സ്പേസ് തന്നെയാണ് ഇത്. ഈ ഒരു എനർജി നിങ്ങളോട് പറയുന്നത് സ്പെൻഡ് സം ടൈം അലോൺ. നിങ്ങൾക്ക് ഇവിടെ ഡിസിഷൻസ് എടുക്കേണ്ടതായിട്ടുണ്ട് പല കാര്യങ്ങളിലും. എന്നാൽ ഈ ഡിസിഷൻസ് അത് നിങ്ങളുടെ സ്വന്തം ഡിസിഷൻസ് ആയിരിക്കണം. മറ്റുള്ളവരെ ഡിസിഷൻസ് എടുക്കാൻ വേണ്ടിയിട്ട് ആശ്രയിക്കുന്ന സ്വഭാവം ഉണ്ടെങ്കിൽ അത് മാറ്റേണ്ടതായിട്ടുള്ള ഒരു സമയം വന്നിരിക്കുകയാണ്. ബ്രേക്ക് അവേ ഫ്രം ദ ക്രൗഡ്. കുറച്ച് സമയത്തേക്കെങ്കിലും അത് ആവശ്യമാണ് എന്നുള്ളതാണ്. ബി ഓൺ യുവർ ഓൺ. ട്രസ്റ്റ് യുവർ ഇൻസ്റ്റിങ്സ്. നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടി വർക്ക് ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ ആഗ്രഹിക്കുകയാണെങ്കിൽ, മാനിഫെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ, വോട്ടെവർ, അവിടെ നിങ്ങളുടെ ഇൻസ്റ്റിങ്സിനെ ട്രസ്റ്റ് ചെയ്യുക. മറ്റുള്ളവർ എന്ത് പറയുന്നു അത് നിങ്ങൾ വിട്ടേക്കുക. നിങ്ങൾക്ക് അങ്ങനെ ഒരു കണക്ഷൻ നിങ്ങളുടെ ഇന്നർ വോയിസുമായിട്ട് ക്രിയേറ്റ് ചെയ്യാൻ സാധിച്ചാൽ സക്സസ് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. നിങ്ങൾക്കൊരു സെൽഫ് ട്രാൻസ്ഫോർമേഷൻ സൂചിപ്പിക്കുന്നു. ആൻഡ് ഇവിടെ നമുക്ക് സ്ട്രെങ്ത് കാർഡ് വന്നിട്ടുണ്ട്. നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് ഒരുപാട് മെന്റൽ ക്ലാരിറ്റിയും മെന്റൽ സ്ട്രെങ്ത്തും റെസിലിയൻസും എത്രത്തോളം ഉണ്ടെന്ന് തിരിച്ചറിയാൻ നിങ്ങൾക്ക് സാധിക്കും. ഒരു ടഫ് മൊമെന്റിന് ശേഷമാണ് ഇത് എന്ന് മനസ്സിലാക്കാം. ഇവിടെ ഈ ട്രേഡർ എനർജി വന്നതുകൊണ്ട് സ്പെഷ്യലി നിങ്ങൾ ഏതെങ്കിലും ഒരു ബിസിനസ് ഒക്കെ ചെയ്യുന്ന ഒരു വ്യക്തി, അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ്, അല്ലെങ്കിൽ ഒരു ബാർട്ടർ സിസ്റ്റം തന്നെ ആയിക്കോട്ടെ. ഇപ്പോൾ ഒരു സാധനത്തിന് പകരം മറ്റൊരു സാധനം, അങ്ങനെയും ആകാം, എന്തുമാകാം. എനർജി എക്സ്ചേഞ്ച് നടത്തുക. ഈവൻ കമ്മ്യൂണിക്കേഷൻ, ഈവൻ ഇൻ ഫ്രണ്ട്ഷിപ്സ്, ഇൻ റിലേഷൻഷിപ്സ്, അവിടെ നിങ്ങൾക്കൊരു നഷ്ടം സംഭവിക്കാതിരിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആ ഇൻസ്റ്റിങ്സിനെ നിങ്ങൾ കേൾക്കണം എന്നുള്ള ഒരു എനർജിയാണ്. കാരണം ഇവിടെ അത് നിങ്ങൾക്കൊരു ഫൗണ്ടേഷണൽ ഷിഫ്റ്റ്. ഞാൻ എപ്പോഴും പറയും, ഒരു ടവർ മൊമെന്റ് എന്ന് പറയുമ്പോൾ എല്ലാം നഷ്ടപ്പെട്ടു എന്നുള്ളതല്ല. ചില സമയത്ത് നമ്മൾ പഴകിയ കെട്ടിടങ്ങളൊക്കെ പൊളിച്ചു കളയുന്നത് അത് ദ്രവിച്ച് പോവാതിരിക്കാൻ വേണ്ടിയിട്ട്, അത് ദ്രവിച്ച് നമുക്ക് പ്രശ്നം സൃഷ്ടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗമുള്ള കാര്യങ്ങളൊക്കെ അതിൽ നിന്ന് എടുത്തിട്ട് വേണ്ടാത്തത് നമ്മൾ ഡിമോളിഷ് ചെയ്യും, അല്ലേ എന്ന് പറയുന്നത് പോലെ ഒരു എനർജിയാണ്. നിങ്ങൾക്ക് അവിടെ പുതിയത് ഒരു സ്പേസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഓൾറെഡി ഉപയോഗശൂന്യമായി ഇരിക്കുന്ന ഒരു സ്പേസിനെ നിങ്ങൾ വേണ്ടാത്ത കാര്യങ്ങളെല്ലാം നീക്കം ചെയ്ത് പുതിയതായിട്ട് ഉപയോഗിക്കാൻ, എന്തിനു വേണ്ടിയും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സ്പേസ് ആയിട്ട് മാറ്റിയെടുക്കുന്ന ഒരു എനർജി. ഇവിടെ നിങ്ങളുടെ മനസ്സിലാണ് നിങ്ങളിത് ചെയ്തെടുക്കേണ്ടത്, നിങ്ങളുടെ ജീവിതത്തിലാണ് നിങ്ങളിത് ചെയ്തെടുക്കേണ്ടത്. വളരെയധികം നഷ്ടങ്ങൾ സംഭവിക്കുകയോ അല്ലെങ്കിൽ വിഷമങ്ങൾ വരുമോ, ഇങ്ങനെയുള്ള സാഹചര്യമൊക്കെ സംഭവിക്കുന്ന സമയത്ത് നിങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ടുള്ള ഒരു ഫാക്ടർ എന്ന് പറയുന്നത്, നിങ്ങളൊരു ഡിവൈൻ സോഴ്സിൽ നിന്ന് വന്നിരിക്കുന്ന അത്രയും പ്യുവർ ആയിട്ടുള്ള ഒരു എനർജിയാണ്. ഈ ഒരു എനർജി എന്ന് പറയുന്നത് വെറുതെ ഇവിടെ വന്ന് ഇങ്ങനെ കുറച്ചു കാലം ഇങ്ങനെ ജീവിച്ചു പോകാൻ വേണ്ടിയിട്ടല്ല. നിങ്ങൾക്കൊരു പർപ്പസ് ഉണ്ട്. ദാറ്റ് പർപ്പസ് ഇസ് സോ പ്യുവർ. ഈ ഒരു ലൈറ്റ് എനർജി നിങ്ങളോട് പറയുന്നത്, ക്ലിയർ എനിത്തിങ് ദാറ്റ് യു ഡു നോട്ട് ലവ്. ക്ലിയർ ഔട്ട് എനിത്തിങ് ഫ്രം യുവർ ലൈഫ്. മാറ്റുക. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ സ്നേഹിക്കാത്ത എന്തിനേയും നിങ്ങളെടുത്ത് മാറ്റുക. വളരെയധികം സങ്കടകരമായ സിറ്റുവേഷൻസിലൂടെ നിങ്ങൾ കടന്നു പോകുന്നുണ്ട് എങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു എക്സസൈസ് പ്രാക്ടീസ് ചെയ്യാവുന്നതാണ്. കണ്ണുകൾ അടയ്ക്കുക. അതിനുശേഷം വിഷ്വലൈസ് ചെയ്യുക. നിങ്ങളെ വൈറ്റ് ലൈറ്റോട് കൂടിയ വിങ്സുകൾ വന്ന് പൊതിയുന്നതായിട്ട് ഇമാജിൻ ചെയ്യുക. ദ വൈറ്റ് വിങ്സ് ഓഫ് ലൈറ്റ്. നിങ്ങൾക്കൊരു റെജുവിനേഷൻ ഫീൽ ചെയ്യുന്നതാണ്. നിങ്ങളത് മനസ്സിൽ അത്രയധികം വിഷ്വലൈസ് ചെയ്യുക. നിങ്ങളുടെ ഓറ ഈ ഒരു വൈറ്റ് ലൈറ്റ് സ്ട്രെങ്തൻ ചെയ്യുന്നതായിട്ട് വിഷ്വലൈസ് ചെയ്യുക. യു ആർ ആക്ച്വലി ലവ്ഡ് മോർ ദാൻ യു കെൻ ഇമാജിൻ. ആ ഡിവൈൻ സ്നേഹത്തിൻ്റെ ഒരു തണലിൽ നിങ്ങൾ വളരെയധികം സേഫ് ആണ്. വെയിൽ സ്പിരിറ്റ്. ഓക്കെ, ട്രസ്റ്റ് ദ ഗ്രേറ്റ് മിസ്റ്ററി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. വെയിൽസ് എന്ന് പറയുമ്പോൾ
വളരെയധികം ഏൻഷ്യൻ ക്രീച്ചേഴ്സ് ആണ്. അതായത് സമയം തുടങ്ങിയ സമയം മുതലുള്ള ദേ ഹാവ് സീൻ എവ്രിതിങ്. നമ്മുടെ യൂണിവേഴ്സിൻ്റെ ട്രാൻസ്ഫോർമേഷൻ, നമ്മുടെ ഒരു വേൾഡ് ട്രാൻസ്ഫോർമേഷൻ കണ്ടിട്ടുള്ളവരാണ് എന്നാണ് പറയുന്നത്. ഈ ഒരു വെയിൽ സ്പിരിറ്റിനെ അതുകൊണ്ട് തന്നെ നമ്മൾ സോൾ ഓഫ് ദ ഹോൾ വേൾഡ് എന്നാണ് പറയുക. ഒരു ഫിസിക്കൽ ഫോം ആകുന്നതിന് മുൻപ് ഇതെല്ലാം കൂടെ, എനർജി എല്ലാം കൂടെ ഒന്ന് മാനിഫെസ്റ്റ് ചെയ്തൊന്ന് ഗ്യാദർ ചെയ്യേണ്ടതായിട്ടുള്ള ഒരു എനർജി ഉണ്ട്. ആ ഒരു എനർജി സൂക്ഷിക്കുന്ന ഒരു സോളായിട്ടാണ് നമ്മൾ വെയിൽസിനെ പറയുന്നത്. നിങ്ങളിപ്പോൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾക്ക് ഈ ഒരു എനർജിയാണ് ബ്ലസ് ചെയ്തിട്ടുള്ളത് എങ്കിൽ നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻസ് എല്ലാം ഇവിടെ വർക്ക് ആവാൻ വേണ്ടി പോവുകയാണ്. ആ പോകുന്നതിന് മുൻപായിട്ടുള്ള ഒരു സമയത്ത് ഇതെല്ലാം ഒന്ന് അതിൻ്റെ ഷേപ്പ് ആൻഡ് ഫോമിലായി വരാനായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് റിവീൽ ചെയ്യപ്പെടുന്നതിന് മുമ്പുള്ളൊരു സമയമാണ്. അപ്പൊ ട്രസ്റ്റ് ചെയ്യുക, ഇത് വരുന്നുണ്ട്. റൈറ്റ് നൗ ഇൻ എ മെസ്, അല്ലെങ്കിൽ എനിക്ക് കാണാൻ സാധിക്കുന്നില്ല, അത് മിസ്റ്റീരിയസ് ആയിട്ടിരിക്കുകയാണ്, പക്ഷെ അത് വരുന്നുണ്ട്. കാര്യം നിങ്ങളുടെ മനസ്സിൽ നിങ്ങളുടെ ഇൻസ്റ്റിങ്സ് അത് പറഞ്ഞു തരുന്നുണ്ട് ഇത് വരാൻ പോവുക എന്നുള്ളത്. ആൻഡ് മോസ്റ്റ് പ്രോബബ്ലി അത് നിങ്ങൾക്ക് ഒരു ന്യൂ ഫിനാൻഷ്യൽ ബിഗിനിങ് ആയിട്ടും, നിങ്ങൾക്കൊരു പുതിയ ജോബായിട്ടും, ഒരു പുതിയ ഐഡിയ ആയിട്ടും നിങ്ങളുടെ ലൈഫിൽ അത് വരുന്നുണ്ട്. ആൻഡ് അതിന് നിങ്ങൾക്ക് മാജിക്കാണ് യൂണിക്കോൺസ് മെസ്സേജ് ആയിട്ട് തന്നിരിക്കുന്നത്. മിസ്റ്ററി ആൻഡ് മാജിക്, വാട്ട് എ കോമ്പിനേഷൻ. നിങ്ങൾക്ക് എക്സൈറ്റഡ് ആവാനും സന്തോഷിക്കാനുമുള്ള കാര്യങ്ങൾ യൂണിവേഴ്സ് കൊണ്ട് തരാൻ പോകുന്നുണ്ട്. ഇവിടെ ഒരു നിധിയൊക്കെയാണ് വന്നിരിക്കുന്നത്. ഓരോരുത്തർക്കും നിധിക്ക് പല ഡെഫിനിഷൻ ആണല്ലോ. ചിലർക്ക് ഇത് ഫിനാൻസ് തന്നെയാണ് നിധിയായിട്ടുള്ളത്, ചിലർക്ക് ചില റിലേഷൻഷിപ്പാണ്, ചിലർക്ക് ചില ജോലിയാണ്, ചിലർക്ക് ചില ഐഡിയാസ് ആണ്, ചിലർക്ക് ചില പ്രത്യേക സാഹചര്യങ്ങളോ വ്യക്തികളോ ഇതൊക്കെയാണ്. അപ്പൊ നിങ്ങൾക്ക് ഓരോ വ്യക്തികൾക്കും എന്താണ് ജീവിതത്തിലെ നിധി എന്ന് വിചാരിച്ചിരിക്കുന്നത്, അത് വരാൻ പോവാണ്. ആൻഡ് ഈ ഒരു എംപ്രൈസിങ് നിങ്ങളുടെ മാസ്റ്റർ കാർഡാണ്. ഓക്കെ, ഇത് ഇമോഷൻസിന്റെ ഒരു ഓവർഫ്ലോ തന്നെയാണ് സൂചിപ്പിക്കുന്നത്. അതിങ്ങനെ ഇമോഷൻസ് ഓവർഫ്ലോ ചെയ്ത് ഇനി താങ്ങാൻ പറ്റുന്നില്ല, അത്രയും അത് സെഡിമെന്റഡ് ആയി എന്ന് പറയുന്ന പോലെ അടിത്തട്ടിൽ ഇങ്ങനെ അടിഞ്ഞ് കവിഞ്ഞ് ഒഴുക്ക് നിലച്ചു. നിങ്ങളുടെ പോസിറ്റീവ് എനർജിയുടെ ഒരു ഒഴുക്ക് നിലച്ചു. അപ്പൊ അവിടെയാണ് നിങ്ങൾക്ക് ഈ ടവർ മൊമെന്റിന്റെ അനിവാര്യത വരുന്നത് ജീവിതത്തിൽ. യൂണിവേഴ്സായിട്ട് നിങ്ങൾക്ക് ബ്ലെസ്സിങ് പോലെ തരികയാണ് ഈ ടവർ മൊമെന്റ്. എംപ്രൈസ് ഓൾ യുവർ ഇമോഷൻസ് റൈറ്റ് നൗ. എന്നിട്ട് അതിൽ നെഗറ്റീവായിട്ടുള്ളതിനെ എടുത്ത് മാറ്റുക. ഇത് പ്രോസ്പെറിറ്റിയുടെയും ഫെർട്ടിലിറ്റിയുടെയും കൂടെ ഒരു മെസ്സേജാണ് തരുന്നത്. യെസ്, അപ്പൊ ഇതാണ് ഗ്രൂപ്പ് നമ്പർ 3 നിങ്ങൾക്കുള്ള മെസ്സേജ്. നിങ്ങൾക്കിത് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്കിത് റെസനേറ്റ് ആയിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു അവർ ചാനൽ. പിന്നെ നിങ്ങൾക്കൊരു പേഴ്സണൽ ഗൈഡൻസ് ആവശ്യമാണെന്നുണ്ടെങ്കിൽ ഈ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അതുപോലെ ഒരു സൈക്കോളജിക്കൽ കൺസൾട്ടിങ് ആവശ്യമാണെങ്കിൽ, ഹീലിങ്സ് ആവശ്യമാണെങ്കിൽ, റിലേഷൻഷിപ്പ് ഗൈഡൻസ് ആവശ്യമാണെങ്കിൽ, ഇന്നർ ചൈൽഡ് ഹീലിങ്സ്, ഇമോഷണൽ ട്രോമ ഹീലിങ്സ് ഒക്കെ ആവശ്യമാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു നമ്പറിൽ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഡീറ്റെയിൽസ് ലഭ്യമാവുന്നതാണ്. അതുപോലെ വിളിച്ചു കഴിഞ്ഞാൽ കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും, നിങ്ങൾ മെസ്സേജ് ചെയ്യുക വാട്സപ്പിൽ. നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി ഒരു റെസ്പോൺസ് ലഭിക്കുന്നതാണ്. അതുപോലെ ഒരു ടാരറ്റ് റീഡർ ആവണം നിങ്ങൾക്ക് എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ വർഷത്തെ നമ്മുടെ സെക്കൻഡ് ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അതിലേക്ക് ജോയിൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു നമ്പറിൽ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഡീറ്റെയിൽസ് എല്ലാം ലഭിക്കും. ഓൺലൈൻ ക്ലാസ്സസ് ആണ്. ഓക്കെ, അപ്പോൾ ഇതായിരുന്നു നിങ്ങൾക്ക് ഇന്നത്തേക്കുള്ളൊരു റീഡിങ്. നിങ്ങൾക്കത് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അടുത്തൊരു ഇൻട്രസ്റ്റിംഗ് ടോപ്പിക്കുമായിട്ട്, അടുത്തൊരു ഹെൽപ്ഫുൾ ടോപ്പിക്കുമായിട്ട്, അടുത്തൊരു സ്പിരിച്വൽ ടോപ്പിക്കുമായിട്ട് അടുത്തൊരു എപ്പിസോഡിൽ കാണുന്നത് വരെ ഓൾ ഓഫ് യു ടേക്ക് കെയർ. ബൈ.